ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പാലിൽ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ളതാ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആപ്പമാണ് കേട്ടോ. ആപ്പവും ചട്നി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ നമ്മളിതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അമ്മ അതാണ്ടോ ഗ്രൈൻഡറിൽ മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശയ്ക്കുള്ള മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ദോശമാവ് ഇതാണ്ടോ, കുറച്ച് അരച്ചത് ഇതാട്ടോ. ഓക്കെ ടേസ്. അപ്പോൾ നമ്മുടെ അവിടെ കോഴിയുണ്ട് കേട്ടോ, കുറേ കോഴികളുണ്ട്. അപ്പോൾ ഇതാണ്ടോ കോഴികളൊക്കെ ഇങ്ങനെ അവിടെ അരിയിട്ട് കൊടുത്തപ്പോൾ കോഴികളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെ മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടോ കുഞ്ഞു കോഴികളും കുറേ കോഴികളുണ്ട്. അപ്പോൾ അത് കണ്ടോ അവിടെ ചോറിട്ട് കൊടുത്തപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മ മുറ്റം അടിച്ച് ഓരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ വന്നു. അപ്പോൾ ചെക്കന് വേണ്ടിയിട്ട് നമ്മൾ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ചെക്കൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ അതാ മുറ്റമൊക്കെ അടിച്ച് ഓരുണ്ട്. ഓക്കെ ഏട്ടാ ഗൈസ്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ വണ്ടി വന്നു. അതാ ചെക്കൻ അവനെ അമ്മ പോയി എടുത്താലാണ് കേട്ടോ. ഇറങ്ങുള്ളൂ. അത്ര നല്ല കുട്ടിയാണ്. പിന്നെ എന്താ പറയുക, കണ്ടോ ആ കുട്ടികളെ ഒക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അവരെനിക്ക് ടാറ്റയൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ചെക്കനെടുത്ത് അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്. ഓക്കെ ഏട്ടാ ഗൈസ്. അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടോ ലോലിപ്പോപ്പ് അവൻ്റെ ഡ്രൈവർ അങ്കിള് വണ്ടിയിലെ അങ്കിള് മേടിച്ചു കൊടുത്താണ് കേട്ടോ. ഈ എല്ലാവർക്കും ആ കുട്ടികൾക്ക് എല്ലാവർക്കും മേടിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അത് അവൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മൻ്റെ അടുത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്ലാസ്സിൽ എന്താ നടന്നത്, എങ്ങനെയായിരുന്നു എന്നൊക്കെ കേട്ടോ. ഇനി ഉള്ളി കറിക്കിനെ പിന്നെ മൊത്തം പറച്ചിലായിരിക്കും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അവനൊക്കെ കുളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ബാക്കിൽ പോയിട്ടോ മറ്റേ പാടത്തിൻ്റെ അങ്ങോട്ട് പോയി. പ്രകൃതി രമണീയമായ പാടം. വെള്ളത്തിൽ കണ്ടോ ഞാറ് നട്ടിരിക്കുകയാണ് കേട്ടോ. ബംഗാളിമാന്മാർ വന്ന് ഞാറൊക്കെ നട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ആ വെള്ളത്തിൻ്റെ ആ ഒരു മരത്തിൻ്റെ റിഫ്ലക്ഷൻ കണ്ടോ വെള്ളത്തിൽ വരുന്ന അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കുളത്തിലും വെള്ളം നല്ലോണം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നട്ടത് മൊത്തം പോയിട്ടോ ആക്ച്വലി. അപ്പോൾ ഇതാണ്ടോ അവൻ സൈക്കിൾ ഓട്ടിക്കണം. കുളിച്ച് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അവൻ സൈക്കിൾ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ സൈക്കിൾ ഓട്ടിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ ഭയങ്കര സ്കില്ലൊക്കെ കാണിക്കുകയാണ് ഗൈസ്. ചെറുതായിട്ടൊക്കെ വീഴാനൊക്കെ പോകുന്നുണ്ട്. ഓക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ കണ്ടോ അമ്മ പ്ലാവിൻ്റെ ഇലയൊക്കെ വലിക്കുന്നുണ്ട് കേട്ടോ. ചെക്കനൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാവിൻ്റെ ഇല വലിക്കണത്. അപ്പോൾ നമുക്കത് എന്താണെന്നൊക്കെ നോക്കട്ടോ. കുറച്ച് ഇലയാണ് കേട്ടോ വലിക്കുന്നുള്ളൂ. ഇത് ചെക്കനാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അവൻ്റെ കൈ കണ്ടതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയാണ്. ചെക്കനാണ് ഗൈസ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ ഇതാ അമ്മയും കോഴികൾ വീണ്ടും അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ. അപ്പോൾ അമ്മയും അവനും കൂടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പോൾ ഈ പ്ലാവിൻ്റെ ഇലയും കുഞ്ഞ് ഈർക്കോലും എടുത്തിട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് മറ്റേ ഈ ഒരു തൊപ്പി പോലത്തെ സാധനം അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെക്കൻ അത് എവിടെയോ കണ്ടിട്ട് വന്നിട്ട് അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത് ഉള്ളി കൂടെയും കൊത്താ വെള്ളി കൂടെയും കൊത്താ. എനിക്ക് ആക്ച്വലി ഇതെങ്ങനെ ഉണ്ടാക്കാനറിയില്ല. സിമ്പിളാണ്, പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഗൈസ്. ഓക്കെ. അപ്പം അമ്മ കണ്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഓക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാ ഉണ്ടോ നമ്മുടെ മണി. ഫസ്റ്റൊക്കെ ഞാൻ വെക്കില്ല, ഞാൻ വീഡിയോയ്ക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവൻ ഇങ്ങനെ വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ വീഡിയോ ഇങ്ങനെ ക്യാമറയിലൊക്കെ കൈ പിടിച്ചൊക്കെ സീനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കാണാൻ എങ്ങനെയുണ്ട് ഇത് വെച്ചിട്ട്, ഭംഗിയുണ്ടോ ഭംഗിയില്ലേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.